അഞ്ചാം നൂറ്റാണ്ടിൽ ഈ കാസിൽ ഒരു പാലസ് ആയിട്ടും പിന്നീട് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്തൊരു സംഭവമാണ്. ചാടി ഉണ്ടെങ്കിൽ പിന്നെ ജീവനോടെ തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. വളരെ ചാൻസ് കുറവാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്ലൊവാക്യയിലാണ്. ആ കാണുന്നത് ഓസ്ട്രിയയാണ്. അപ്പം ഇതൊരു ബോർഡറാണ്. ഇതാണ് നമ്മുടെ പ്രശാന്ത് ഭായ്. പുള്ളിയുടെ പേര് ലയ. ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്. സെറ്റപ്പായിട്ടുള്ളൊരു ഇന്ത്യൻ എംബസി കാണുന്നത്. ദനൂബ് റിവർ നീന്തി കിടക്കുക എന്നുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്ലൊവാക്യയിലാണ്. ആ കാണുന്നത് ഓസ്ട്രിയയാണ്. നല്ല സ്പീഡുണ്ട്. വെള്ളത്തിൻ്റെ ഒഴുക്കിൽ നല്ല ഈസി ആയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഇട്ടതിനനുസരിച്ചുള്ള യൂറോ നമുക്ക് കിട്ടും. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഫായിസ്. കേരളത്തിൽ നിന്ന് സൈക്കിളുമായിട്ട് യാത്ര പുറപ്പെട്ടതാണ്. ഇപ്പോൾ ഉള്ളത് സ്ലൊവാക്യയിലാണ്. 19ാമത്തെ കൺട്രിയാണ്. പോകുന്നത് ലണ്ടനിലേക്ക്. മൊത്തം 35 രാജ്യങ്ങൾ, 30,000 കിലോമീറ്റർ, 450 ദിവസം കൊണ്ട്. ഇതൊക്കെ പറയുന്നത് പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ പോകുന്നത് ഇന്ത്യൻ എംബസിയിലേക്കാണ്. ഇവിടുത്തെ ബ്രാറ്റിസ്ലാവയിലെ ഇന്ത്യൻ എംബസി വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അംബാസഡറുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് പറയുന്ന സിഗ്നലിൽ വെയിറ്റ് ചെയ്യാണ്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ പോയാൽ എംബസിയാണ്. 12 മണിക്ക് അപ്പോയിൻമെൻറ്റ്. നമുക്ക് ഗ്രീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട. ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ. ചെറിയൊരു ടൗണാണ് ബ്രാറ്റിസ്ലാവ. അധികം ആളുകളൊന്നുമില്ല. പോപ്പുലേഷനൊക്കെ കുറവാണ്. ആദ്യം സ്ലൊവാക്യ എന്ന് പറയുന്നൊരു കൺട്രി ആയിരുന്നു. അത് സ്പ്ലിറ്റ് ആയിട്ട് ചെക്കും സ്ലൊവാക്യ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ വീണ്ടും കുറഞ്ഞു. അവിടുത്തെ ട്രാം ഫ്രണ്ട്സ്, ഞാനിതാ ഇപ്പോൾ ഉള്ളത് ഇന്ത്യൻ എംബസിയുടെ മുമ്പിലാണ്. ഈ ബിൽഡിങ്ങിൻ്റെ 3ാമത്തെ നിലയിലാണ് ഇന്ത്യൻ എംബസി. ഫ്ലാഗ് കണ്ടോ? അപ്പം നമുക്ക് എംബസിയിലേക്ക് കയറാം. ഏതാ വഴി നോക്കട്ടെ. 12 മണിയായി. കുറച്ച് ലേറ്റായി. ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്. അടിപൊളി. ആദ്യമായിട്ടാണ് ഇത്രയും സെറ്റപ്പായിട്ടുള്ളൊരു ഇന്ത്യൻ എംബസി കാണുന്നത്. ദിസ് ഇസ് ലൈബ്രറി. ഐ എം വെയിറ്റിംഗ് ഫോർ അംബാസഡർ ഇപ്പോൾ വരും കേട്ടോ. അപ്പോൾ അംബാസഡറായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാനിതാ ഇവിടെ താഴെ എത്തിയിട്ടുണ്ട്. സൈക്കിൾ ഇവിടെ സേഫ് ആയിട്ടുണ്ട്. എനിക്ക് പേടി അതായിരുന്നു, സൈക്കിൾ ഇവിടെ സേഫ് ആയിട്ടുണ്ടാവുമെന്ന്. കാരണം റോഡ് സൈഡിലൊന്നും സൈക്കിൾ ലോക്ക് ചെയ്ത് വെച്ചാലും അടിച്ചുകൊണ്ട് പോകും. അതൊരു ടെൻഷനിലായിരുന്നു. മുകളിൽ കയറിയിട്ട് ഏകദേശം 1.5 മണിക്കൂറായി. അപ്പോൾ വളരെ ടെൻഷനോടെയാണ് ഞാൻ താഴെ വന്നത്. നോക്കുമ്പോൾ സൈക്കിൾ ഇവിടെ തന്നെ ഉണ്ട്.
പിന്നെ എനിക്കൊരു ഫ്ലാഗ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലാഗ് ചോദിച്ചായിരുന്നു. എൻ്റെ സൈക്കിളിൻ്റെ ഫ്ലാഗ് വളരെ ചെറുതാണ്, അപ്പോൾ വലിയൊരു ഫ്ലാഗ് ചോദിച്ചു. അപ്പോൾ ഫ്ലാഗ് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ലെറ്റർ ഉണ്ട്, അത് 2 ദിവസം കഴിഞ്ഞിട്ട് കളക്ട് ചെയ്യണം. അംബാസഡർ മീറ്റിംഗ് കഴിഞ്ഞ് അംബാസഡർ പോയി ലെറ്റർ സൈൻ ചെയ്യണം. അപ്പോൾ ശരി, ഞാൻ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഞാൻ അവിടേക്ക് പോവാണ്. അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ലഞ്ചിനോ ഡിന്നറിനോ വരണമെന്ന്. അപ്പോൾ ഏതായാലും പോയി ലഞ്ച് കഴിക്കാം. അവർ ഇൻവൈറ്റ് ചെയ്തതാണ്. അവിടെ പോയിട്ട് ലഞ്ച് കഴിച്ചിട്ട് നമുക്കൊന്ന് കറങ്ങാം. ഓക്കെ. അധികം തിരക്കൊന്നുമില്ലാത്തൊരു സിറ്റി, ജീവിക്കാൻ നല്ല സുഖമുള്ള സ്ഥലം തോന്നും കേട്ടോ. അധികം ക്രൗഡൊന്നുമില്ല. സിറ്റിയൊക്കെ നമുക്ക് ഭയങ്കര കാമൻ ക്വയറ്റ് ആയിട്ടുള്ള സിറ്റി. കാറുകളൊക്കെ കുറവാണ്, റോഡൊക്കെ അധികവും കാലിയാണ്. ഇഷ്ടായി സ്ലോവാക്യ. ഐ ലൈക്ക് സ്ലോവാക്യ. ഇറ്റ്സ് വെരി പീസ്ഫുൾ സിറ്റി. ജാക്കറ്റ് എടുക്കാതെ ഇറങ്ങിയത് കുടുങ്ങിയല്ലോ. ക്ലൈമറ്റ് മാറി, നല്ല അടിപൊളി സുഖമുള്ളൊരു ക്ലൈമറ്റ്. അടിപൊളി, സൂപ്പറാ. ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഓൾഡ് സിറ്റി സെന്റർ. ടെറനോവ, നൈസ് പ്ലേസ്. ഞാൻ 2 സൈക്ലിസ്റ്റുകളെ കണ്ടു, അവരുമായിട്ട് സംസാരിച്ചു. ഇപ്പതാ വീണ്ടും നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. റെസ്റ്റോറൻറ്റ് ഏകദേശം ഒരു 1 കിലോമീറ്റർ ഉള്ളൂ. ഏകദേശം എത്താറായി തോന്നുന്നു. ആദ്യം പോയ വഴി റോങ് ആയിരുന്നു. ഈ വഴി എന്നാന്ന് തോന്നുന്നു. ബ്രാറ്റിസ്ലാവ കണ്ടില്ലെന്ന് പറയരുത്, ഇതാണ് ബ്രാറ്റിസ്ലാവ. ഇനി കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. കസിനോ, ബാൻകോ കസിനോ. ഞാനിപ്പോൾ ഉള്ളത് ദോശ സമൂസ എന്ന് പറയുന്നൊരു ഷോപ്പിലാണ്. ദോശ ആൻഡ് സമൂസ. ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്, ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ്. നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്.
നല്ല അടിപൊളി ഫുഡായിരുന്നു. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇതപ്പോൾ യാത്ര പറഞ്ഞ് ഇറങ്ങി. ഞാനിപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. പ്രയാഗ് റൂമിലെത്തിയിട്ടുണ്ട്. അപ്പം റൂമിൽ പോയിട്ട് എന്താണെന്ന് തീരുമാനിക്കട്ടെ. എന്താണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. നമ്മുടെ ഫുൾ റോക്കിലാണല്ലോ വരുന്നത്. സാധനം വാങ്ങിക്കാൻ പോയത്. ഓക്കെ, എന്തായാലും താങ്ക്സ്. കാണാം കേട്ടോ. ഓക്കെ. ഞാനിപ്പം പ്രശാന്ത് ഭായിൻ്റെ കൂടെ ഫാമിലിയുടെ കൂടെ വന്നതാണ് ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട്. ഡെവിൻസ് കാസിലാണിത്. ഡെവിൻസ് കാസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് തടവറയായിട്ടും വ്യാപാര സ്ഥാപനങ്ങളായിട്ടും പിന്നെ പാലസൊക്കെ ആയിട്ട് യൂസ് ചെയ്തൊരു സംഭവമാണ്. 5-ാം നൂറ്റാണ്ടിൽ ഈ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ആളുകൾ പോകാൻ നോക്കുമ്പോൾ തൊട്ടടുത്ത് പുഴയാണ്, ധന്യൂബ് റിവറാണ്. അത് ധന്യൂബ് റിവർ നീന്തി കടക്കാൻ പറ്റുന്നവർ ഈ തടവറയിൽ നിന്ന് കഴിച്ചിടാവും. അല്ലാത്തവരൊക്കെ ആ ധന്യൂബ് റിവറിൽ മരിച്ച് ഒരുപാട് ആളുകൾ ധന്യൂബ് റിവറിൽ മരണപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വന്ന ടൈം കുറച്ച് ഡിലേ ആയതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റിയില്ല. അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് കയറുന്നൊരു ടൈമിംഗ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം മുകളിൽ കയറാൻ പറ്റിയിട്ടില്ല. നമുക്കതിൻ്റെ ചുറ്റും നടന്ന് ഇങ്ങനെയുള്ള കാഴ്ചകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നിന്ന് രക്ഷപ്പെട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഈ ധന്യൂബ് റിവറാണ്. ഈ ധന്യൂബ് റിവർ എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഒഴുക്കാണ്. ഇതിൽ ചാടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവനോടെ തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. വളരെ ചാൻസ് കുറവാണ് ഈ ധന്യൂബ് റിവർ നീന്തി കിടക്കുക എന്നുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്ലോവാക്യയിലാണ്. ആ കാണുന്നത് ഓസ്ട്രിയയാണ്. അപ്പം ഇതൊരു ബോർഡറാണ്. ഇതാണ് നമ്മുടെ പ്രശാന്ത് ഭായ്. പുള്ളിയുടെ പേര് ലയ. ഹായ് ലയ. ആൾ ഉറങ്ങി എണീറ്റ് മൂഡ് മാറിയിട്ടില്ല. ചിരിക്കുന്നുണ്ട്. മൂഡ് മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ്. അതെന്താ വാച്ച് ടവറാ? ഓ, വെടിവെച്ച് കളിക്കാം. ഓക്കെ. അപ്പം ഈ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് കാവൽക്കാരുണ്ടാവും. അവരെ ഷൂട്ട് ചെയ്ത് കളിക്കാം. അവർക്ക് അങ്ങനെ. കൂടാതെ ഈ ഇത് കണ്ടോ, ധന്യൂബ് റിവർ ഭയങ്കര ഒഴുക്കാണ്. ചാടിയുണ്ടെങ്കിൽ അതങ്ങ് കൊണ്ടുപോകും. അപ്പുറത്ത് എത്തൂല, അതിനു മുമ്പേ അതങ്ങ് കൊണ്ടുപോകും നമ്മളെ. അതുമാതിരി ഒഴുക്കാണ്. ഇതൊക്കെ ഇപ്പോഴത്തെ കഥയല്ല കേട്ടോ. ഇതൊക്കെ 5-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. അപ്പോൾ അന്നത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊരു തടവറായിട്ട് ഉപയോഗിച്ചതാണ്. ഈ ഒരു ടവറിന് മുകളിലേക്ക് എങ്ങനെയാണ് എനിക്ക് കയറുക? നശിപ്പിച്ചു തോന്നുന്നു. ഓക്കെ. ഇതിങ്ങനെ ആയിരുന്നില്ല. കംപ്ലീറ്റ് ഒരു ഫുൾ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. കുറേ പേര് റിനോവേറ്റ് ചെയ്യാൻ നോക്കി, പക്ഷേ നടന്നില്ല. ഓ, അങ്ങനെ. ഇവിടം വരെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് വിയന്നയിലേക്ക് ഒരു ബോട്ട് സർവീസ് ഉണ്ട്. 50 യൂറോ അങ്ങനെയാണ് ചാർജ്. എനിക്ക് തോന്നുന്നു ഇതാണോ? ഇതല്ല, ഇത് ടൂറിസ്റ്റുകളുടെ. ഇത് ഏത് രാജ്യത്തിൻ്റെ ഒന്ന് ഫ്ലാഗ് ഉണ്ടാവും അല്ലേ? വാവ്, നല്ല സ്പീഡുണ്ട്. വെള്ളത്തിന്റെ ഒഴുക്കിൽ നല്ല ഈസി ആയിട്ട് പോകുന്നുണ്ട്. ജർമ്മനി. യെസ്, ജർമ്മനി. അത് ഫുൾ റെസ്റ്റോറൻറ്റാ. മുകളിലൊക്കെ ഫുള്ള് ചെയറും കാര്യങ്ങളും. ചെറിയ ഗോൾഫ് കോഴ്സും ചെറിയ പൂളുകളൊക്കെ ഉണ്ടാവും. പിന്നെ അടിയിലെ റെസ്റ്റോറൻറ്റ് ഒരു 4-5 ദിവസം. അടിപൊളിയായിട്ട് സ്പീഡിലങ്ങ് പോകുന്നുണ്ട് വെള്ളത്തിന്റെ ഒഴുക്കില്. ബൈ.
ബായ് ലയ. ഇവിടെ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിലാണുള്ളത്. ബില്ല എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ്. ഇവിടെ ഒരു സംഭവം ഞാൻ കണ്ടു. നമ്മുടെ വേസ്റ്റ്, നമ്മുടെ വീട്ടിലുണ്ടാവുന്ന വേസ്റ്റ്, ക്യാനുകൾ, കുപ്പികൾ, അങ്ങനെയുള്ള വേസ്റ്റ്, പ്ലാസ്റ്റിക് ഐറ്റംസ്, ഗ്ലാസ് ഐറ്റംസ് ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടാൽ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടും. യൂറോസ് കിട്ടും. ആ പുള്ളി കുറേ വേസ്റ്റ് ഇട്ടു, പൈസ. ഹായ്. നോ ദിസ്, ഇതാണ് സിസ്റ്റം. ഇത് നമ്മൾ വേസ്റ്റ് ഇതിലൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഇതിലൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ഇതും കണക്കാക്കിയിട്ടുള്ള നമ്മുടെ ഇട്ടതിനനുസരിച്ചുള്ള യൂറോ നമുക്ക് കിട്ടും. അതുകൊണ്ട് വേസ്റ്റ് പെറുക്കാനൊന്നും ആളെ കിട്ടില്ല. എല്ലാവരും ഓരോരുത്തരും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടിട്ട് പൈസ ആക്കും. നല്ലൊരു പരിപാടിയാണ്. പെറുക്കാൻ ആൾ വേണ്ട, ഒന്നും വേണ്ട, നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ ഇങ്ങനെ കൊണ്ടിടുകയാണെങ്കിൽ. ഇതിൽ എന്തൊക്കെ ഇടാൻ പറ്റും എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഇവിടെ കാണുന്നില്ല. അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതാണ് സംഭവം.